പ്രൈസ് ദ ലോർഡ്. സെഹിയോൻ ബൈബിൾ ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പുതിയ തലമുറയ്ക്ക് ഒരു പഴയ സംരംഭം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 90കളിൽ വളരെ പ്രസിദ്ധമായിരുന്ന, നമ്മിൽ ചിലർക്കെങ്കിലും അറിയാവുന്ന ഒരു മാധ്യമമാണല്ലോ റേഡിയോ. എല്ലാവരും അന്നത്തെ കാര്യങ്ങൾ, അതായത് വാർത്തകൾ അറിയുന്നതിന് പ്രധാനമായും ആകാശവാണി വാർത്തകൾ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇന്ന് നാം ഡിജിറ്റൽ വേൾഡിലും AI വേൾഡിലും എത്തിക്കൊണ്ടിരിക്കുന്നു. ബൈബിളിനെ ആസ്പദമാക്കി ചില വാർത്തകൾ കേൾക്കാം. സ്വർഗീയവാണി വാർത്തകൾ വായിക്കുന്നത് ജാസ്മിൻ ഡാനി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ആദമും ഹവയും തോട്ടത്തിന് പുറത്ത്. ജലപ്രളയം, വൻ നാശനഷ്ടം, മരണം അനേകം. കരടി ആക്രമണം, 42 ബാലന്മാർക്ക് ദാരുണാന്ത്യം. ലോകരക്ഷകൻ യേശു പിറന്നു. വാർത്തകൾ വിശദമായി. ഹവ്വ അമ്മച്ചി ഒറ്റയ്ക്കുള്ള സഞ്ചാര നിമിത്തം സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു. ചില പ്രത്യേക കാരണങ്ങളാൽ ആദാമിനെയും ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച ഫലം തിന്നുകയും ദൈവകൽപ്പന വിട്ട് പിശാചിനെ അനുസരിച്ചതായും സ്വർഗം റേഡിയോ വ്യക്തമാക്കുന്നു. ലോകത്തിൽ ആദ്യമായി ഉണ്ടായ ജലപ്രളയത്തിൽ വൻ നാശനഷ്ടം, മരണം അനേകം. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. മരണസംഖ്യ ഇതുവരെയും കണക്കാക്കപ്പെട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്കായി റിപ്പോർട്ടറുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഗ്ലും ഗ്ലും എന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾപ്പാൻ കഴിയുന്നില്ല എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. എലീശ പ്രവാചകനെ മൊട്ടത്തലയ എന്ന് വിളിച്ച് ബാലന്മാർ പരിഹസിച്ചതിൻ്റെ ഫലമായി കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ വന്ന് അതിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. ആയതിനാൽ യൗവനക്കാർ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നയും പരിഹാസവും നമ്മുടെ ഇടയിൽ നിന്നും പൂർണ്ണമായി നീക്കിക്കളക. ഇടവേളകൾക്ക് ശേഷം വാർത്തകൾ തുടരും. ഡെയിലി മന്ന വചനകിരണങ്ങൾ. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ആത്മീക പോഷണം. പാസ്റ്റർ പ്രേംകുമാർ എഴുതിയ വചനകിരണങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ വിവിധ എഡിഷനുകൾ ലഭ്യമാണ്. താല്പര്യമുള്ളവർ കമൻ്റായി അറിയിക്കുക. സോഫ്റ്റ് കോപ്പിയും ഹാർഡ് കോപ്പിയും ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. തുച്ഛമായ വില മാത്രം. ശാസന ഹെയർ ഓയിൽ. മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി സമൃദ്ധമായ മുടി വളരാൻ നീതിമാന്റെ ശാസനയാകുന്ന എണ്ണ ദിവസവും തലയിൽ തേച്ച് കുളിക്കുക. ഇത് ഒരു മെഡിക്കൽ സ്റ്റോറിലും ലഭ്യമല്ല. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നടത്തുന്നു. ഡോക്ടർ ജീസസ് ക്രൈസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ഗോൽഗോദ. 24/7 പ്രവർത്തന സമയം ഈ ഹോസ്പിറ്റലിൻ്റെ മാത്രം സവിശേഷതയാണ്. ഇവിടെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് ഒരു ക്യൂവും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൂടാതെ ഒരു റെക്കമെൻഡേഷനും ഇവിടെ സ്വീകരിക്കുന്നതല്ല. രോഗി നേരിട്ട് വന്നാൽ മാത്രമേ ചികിത്സ നടത്തുകയുള്ളൂ. ആയതിനാൽ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. വാർത്തകൾ തുടരുന്നു. ലോകരക്ഷകൻ യേശു പിറന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ള യെശയ്യാ പ്രവചകന്റെ പ്രവചനം നിവൃത്തിയായി. ബത്ലഹേമിൽ ഇതാ മറിയ എന്ന കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചിരിക്കുന്നു. ഇത് ലോകത്തിൽ വെച്ച് ആദ്യമായതിനാൽ അവളുടെ പേര് ഗിന്നസ് ബുക്കിൽ ചേർത്തു. കുഞ്ഞിന് ലോകരക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന് പേര് വിളിച്ചു. കൂടാതെ മറിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. ദാവീദും ഗോലിയാത്തും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഗോലിയാത്ത് കൊല്ലപ്പെട്ടു. തുടർന്ന് ഫിലിസ്തീർ തോറ്റോടുകയും ഇസ്രായേൽ ജയിക്കുകയും ചെയ്തു. തൽഫലമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്നുള്ള ഗാനപ്രതിഗാനം മുഴങ്ങി. ഹാമാനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായ ശൗലിനെ രാജസ്ഥാനത്തു നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ വിവരം അറിഞ്ഞ ശമൂവേൽ പ്രവാചകൻ വളരെ ദുഃഖത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രവാചകനായ ഏലിയാവിനെ കാണുവാനില്ല. കായിക വാർത്തകൾ. ലോക റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് യാക്കോബിന് സ്വന്തം. യാക്കോബ് മനുഷ്യരോടും ദൈവത്തോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് ഇസ്രായേൽ എന്ന നാമകരണം ചെയ്തതായി ദൂതവൃന്ദം റിപ്പോർട്ട് ചെയ്തു. നല്ല പോർ പൊരുതി ഓട്ടം ഓടി വിശ്വാസം കാത്ത പൗലോസിന് നീതിയുടെ കിരീടം അവാർഡ്. മിസ് യൂണിവേഴ്സായി യമീമ, കെസിയ, കേരൻ ഹപ്പൂക്ക് എന്നീ ഇയ്യോബിൻ്റെ 3 പെൺമക്കളും തിരഞ്ഞെടുക്കപ്പെട്ടു. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഇയ്യോബിന് സ്വന്തം. തൻ്റെ നിഷ്കളങ്കതയും ദൈവത്തോടുള്ള ഭക്തിയും പ്രാർത്ഥനയുമാണ് ഈ നേട്ടത്തിന് യോഗ്യനാക്കിയതെന്ന് ഇയ്യോബ് വ്യക്തമാക്കി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദമും ഹവയും തോട്ടത്തിന് പുറത്ത്. ജലപ്രളയം, വൻ നാശനഷ്ടം, മരണം അനേകം. കരടി ആക്രമണം, 42 ബാലന്മാർക്ക് ദാരുണാന്ത്യം. ലോകരക്ഷകൻ യേശു പിറന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഈ വീഡിയോ എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.